അവിടെ കൂടുതൽ പോലീസുകാർ ഇപ്പോഴുമുണ്ട്. ഈ കസ്റ്റഡി എടുക്കാൻ വന്ന പോലീസുകാർ ഇപ്പോഴും ഇവിടെ തുടരുന്നു. പ്രവർത്തകരെ കസ്റ്റഡി കിട്ടിയാൽ മാത്രമേ പിന്തിരിഞ്ഞു പോവുകയോ നിലപാടിൽ പോലീസ് ഉറച്ചു നിൽക്കുന്നു. പക്ഷേ പ്രവർത്തകരെ പോലീസ് വിട്ടുകൊടുക്കുന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം DCC അധ്യക്ഷൻ പാലോട് രവി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. എന്താണ് ശരിക്കും ഇവിടെ സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചതെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അവിടെ നടന്നു. ആ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസും സംഘർഷമുണ്ടാക്കി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മാങ്കൂട്ടത്തിലടക്കം മുറിവേറ്റു. 14ഓളം നമ്മുടെ പ്രവർത്തകർക്ക് നല്ല മുറിവാണ്. രണ്ടുപേര് വളരെ ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിലാണ്. പ്രതിപക്ഷ നേതാവ് ഇത് അറിഞ്ഞുകൊണ്ട് ആ സംഘർഷം ഒഴിവാക്കി അത് സമാധാനപരമായി അവിടെ നിന്ന് പിരിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് അവിടെ വന്ന് ജാഥയായി അവരെ കൂട്ടിക്കൊണ്ട് പോരുകയായിരുന്നു. പോലീസ് പുറകെ വന്ന് അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ ഒരിക്കലും സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കാൻ നോക്കില്ല. പിങ്ക് പോലീസിന്റെ വാഹനം കടന്നുപോയപ്പോൾ 2 പ്രവർത്തകരുണ്ടായിരുന്നു കസ്റ്റഡി എടുത്ത്. അവരെ ആ വാഹനം തടഞ്ഞു നിർത്തി ആക്രമിച്ചവരെ മോചിപ്പിച്ചു. അതാണ് പോലീസ് പറയുന്നത്. എനിക്കറിയാവുന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടാ. കാരണം എനിക്കതറിയില്ല. കാരണം ഇപ്പോഴുണ്ടായ സംഭവം എന്താണ്? അവർക്ക് ഇവിടെ എത്രയോ പേരെ അവർ വിളിക്കുന്നു. അവിടെ ഇത്രയും വലിയ ഗുരുതരമായ ഒരു സംഘർഷം നിലനിന്ന സാഹചര്യം ആ സംഘർഷം ഇല്ലാതാക്കി അവരെല്ലാവരും കൂടെ പ്രതിപക്ഷ നേതാവ് തന്നെ വന്ന് നേതൃത്വം കൊടുത്ത് ജാഥയായി തിരിച്ചു പോകുന്നു. ഇനി പോലീസ് മാറുകയാണെങ്കിൽ ഒരു സംഘർഷവും പിന്നുണ്ടാവും. പോലീസ് ഇതിന് പോയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ട് പോകുന്നവർ പറയുന്നത്. ഈ ഓഫീസിനകത്ത് കയറി അറസ്റ്റ് ചെയ്യാനെന്ന് നോക്കുന്നു. ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഒരിക്കലും സമ്മതിക്കില്ല. ഇതാണ് DCC അധ്യക്ഷന്റെ നിലപാട്. പോലീസ് സംഘം ഇപ്പോഴും ഇവിടെ തുടരുന്നു. പക്ഷേ ഓഫീസിനുള്ളിൽ കയറി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് DCC അധ്യക്ഷനടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ. ഒരു കാരണവശാലും ഇവിടെ പ്രവർത്തകരെ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അനുവദിക്കില്ല, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ പോലീസ് സംഘം പിന്മാറിയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഈ DCC ഓഫീസിന് മുന്നിലുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെയുള്ള സംഘം ഈ DCC ഓഫീസിന്റെ ഒരു വശത്ത് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുന്നു. ഈ കസ്റ്റഡിയിൽ എടുത്ത പ്രവർത്തകരെ ഇവിടെ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ കിട്ടിയാൽ മാത്രമേ തിരികെ പോകുന്ന നിലപാടിൽ പോലീസ് നിൽക്കുന്നു. ഒരു വശത്ത് പോലീസും മറുവശത്ത് പ്രവർത്തകരും നേതാക്കളും എന്ന രീതിയിൽ കാര്യങ്ങൾ സംഘടിച്ചു നിൽക്കുകയാണ്. സംഘർഷത്തിന് അയവില്ലാത്ത സാഹചര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ, MLA-മാർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും DCC ഓഫീസിനുള്ളിലുണ്ട്. പോലീസ് സംഘം പുറത്തുമുണ്ട്. അത്തരത്തിൽ ഇവിടെ ഈ പോലീസ് സംഘം എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് പോലീസുകാരെ മാത്രമാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് സംഘം അവിടെ തുടരുന്നതിന്റെ പശ്ചാത്തലം? കൂടുതൽ പോലീസിനെ എത്തിച്ച് ഇവരെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ള നീക്കത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? വധശ്രമമടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ പ്രവർത്തകർക്ക് അത് ശുഭത്തിന്റെ. കാരണം നമുക്കിപ്പോൾ ദൃശ്യങ്ങളിലുള്ള കന്റോൺമെന്റ് SI അടക്കമുള്ളവർക്ക് പോലീസിന്റെ പ്രവർത്തകരുടെ ആക്രമണത്തിൽ പരിക്കുപറ്റിയിട്ടുണ്ട്. നിരവധി വനിതാ പോലീസുകാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. വാഹനങ്ങൾ അടിച്ച് തകർത്തിട്ടുണ്ട്. അതെല്ലാം കേസുകളുമായി പോലീസ് മുന്നോട്ട് പോകും. പക്ഷേ അടിയന്തരമായ പോലീസിന്റെ ആവശ്യം ഇതുവഴി പോയ 2 കസ്റ്റഡി എടുത്തുകൊണ്ടുപോയ 2 യൂത്ത് കോൺഗ്രസ് കസ്റ്റഡി എടുത്തുകൊണ്ടുപോയ വാഹനം പിങ്ക് പോലീസിന്റെ വാഹനമായിരുന്നു. ആ വാഹനം തടഞ്ഞു നിർത്തി വാഹനം ആക്രമിച്ച് അടിച്ചു തകർത്ത് അതിലുള്ള പ്രവർത്തകരെ, കസ്റ്റഡിയിലുള്ളവരെ ബലമായി പിടിച്ച് പുറത്തിറക്കിക്കൊണ്ട് പോവുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, പ്രവർത്തകർ ഇവിടെ വെച്ച്. അവരെ വിട്ടുകിട്ടണം, അവരെ അടിയന്തരമായി കസ്റ്റഡി വേണമെന്ന ആവശ്യമാണ് പോലീസ് ഉന്നയിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസ് സംഘം പിന്തിരിഞ്ഞു പോകാതെ ഇപ്പോഴും ഇവിടെ തുടരുന്നത്. അവർ ഒരു വേള നമ്മൾ സൂചിപ്പിച്ച പോലെ DCC ഓഫീസിന്റെ മുന്നിലേക്ക് ഒരുപക്ഷെ അകത്തേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് പോലീസ് എത്തിയതെന്ന് ഉറപ്പാണ്. ഇവിടെ പ്രവർത്തകർ പ്രതിരോധത്തിലായി ഒരുപക്ഷെ DCC ഓഫീസിലേക്ക് പോലീസ് പോകുന്ന അസാധാരണമായ സാഹചര്യം ഉണ്ടായേനെ. പക്ഷേ അതിന് പ്രവർത്തകർ, നേതാക്കൾ അനുവദിച്ചില്ല. അവർ പോലീസിനെ DCC ഓഫീസിനുള്ളിൽ തടഞ്ഞു. അകത്ത് രൂക്ഷമായ കല്ലേറ് പോലീസ് നേരെ ഉണ്ടായി. അങ്ങനെ പോലീസിന് പിന്മാറേണ്ടി വന്നു. അവിടെ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള പുറത്തേക്ക് വന്ന പോലീസിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചത്. ഒരു കാരണവശാലും ഇവിടെ കയറി പ്രവർത്തകരെ കസ്റ്റഡി എടുത്തു കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് ശക്തമായി തന്നെ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു. ഇപ്പോഴും DCC പ്രസിഡന്റ് അടക്കമുള്ളവർ പുറത്ത് സംഘടിച്ച് നിൽക്കുകയാണ്. ഒരു കാരണവശാലും അകത്ത് കയറാൻ പോലീസ് അനുവദിക്കില്ല. പോലീസ് അകത്ത് കയറി പ്രവർത്തകരെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. അങ്ങനെ പ്രവർത്തകരെ വിട്ടുകൊടുക്കില്ല എന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഉള്ളത്. അതുകൊണ്ടാണ് അവർ